ഹലോ. അപ്പം അടുത്തൊരു വീഡിയോ ഞങ്ങളുടെ ഒരു ചെറിയ ഔട്ടിംഗാണ്, ഞാനും പിള്ളേരും മാത്രം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്നൊരു ഒരു 5 മിനിറ്റ്സ് ഡ്രൈവുള്ള അടുത്തുള്ള ഒരു പാർക്കാണിത്. 5-10 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ അധികം ഞാൻ പോയിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇവരെ രണ്ടുപേരെയും കൂടി നടക്കില്ല വെച്ചിട്ട് പോയിട്ടില്ല. ചാച്ചനും പിന്നെ മാച്ചൻ്റെ ഫ്രണ്ട്സ് ഫാമിലി വന്നപ്പോൾ പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇന്ന് സെറേൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയേക്കാം. ഇവരോട് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ സേവിയും ഇച്ചിരി കളിക്കേണ്ടതൊക്കെ ഇച്ചിരി വലിയ ആളായിന്ന് എനിക്ക് തോന്നി. അതെനിക്കിവിടെ എത്തിയപ്പോൾ മനസ്സിലായിട്ട് അവൻ പണ്ടത്തെ പോലെയല്ല, ഗെയിംസിലൊക്കെ കുറച്ചും കൂടി ഒരു വലിയ ചെറുക്കൻ പെരുമാറുന്ന പോലെ കളിക്കുന്നുണ്ടായിരുന്നു. അത്ര പിടപ്പൊക്കെ ഇല്ല, കുറച്ച് അവൻ്റെ പിടപ്പൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. കുരുത്തക്കേടിന് കുറവില്ല, പിടപ്പ് കുറഞ്ഞ പോലെ തോന്നി. അപ്പം അങ്ങനെ ആദ്യം ഞാൻ കാണിച്ചതിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ 5 മണിക്ക് പോയതാണ്, പിന്നെ പാതിരാത്രിയായി ഇറങ്ങിയപ്പോൾ. പാതിരാത്രിയല്ല, ഒരു 7 മണിയായി തിരിച്ചിറങ്ങിയപ്പോൾ. അപ്പം ഞാൻ ആ ലൈറ്റൊക്കെ ഇട്ടപ്പോഴുള്ള എടുത്ത വ്യൂ ആണ് ആദ്യം കണ്ടത്. ഇതൊരു സ്റ്റുഡിയോ പാർക്ക് പോലെയാണ്, ഇൻഡോറും ഔട്ട്ഡോർ ഗെയിംസൊക്കെ ഉണ്ട്. ഇത് നമ്മൾ 100 റുപ്പീസ് കൊടുത്ത് കയറാം. 3 to night 10 വരെ എന്തുകൊണ്ട്. നല്ല പാർക്ക്, നല്ല നീറ്റായിട്ട് വെച്ചേക്കുന്നത്. രണ്ടുപേരും കൂടി ഓരോ ഗെയിംസിൽ കയറി. ഞങ്ങൾ മാത്രം ആ ടൈം ആയപ്പോൾ എത്തിയിട്ടുള്ളൂ. രാത്രി ആയപ്പോഴത്തേക്കും കുറച്ച് പേരായി. ഇതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിം. ഞാൻ ഇവനെ നോക്കി തളരുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കയറ്റി വിടും, അപ്പം കുറച്ച് അതിലേ നടക്കും. പിന്നെ സേറ അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുമായിരുന്നു. സേറേൻ്റെ കൂടെ കളിക്കാനാണ് അവന് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ചേച്ചിമോനാണ്, അമ്മ മോനും. പിന്നെ പാവം കേട്ടോ സേറ. ഞാൻ എപ്പോഴും വിചാരിക്കും, അവളങ്ങനെ അവളുടെ പ്രായത്തിൻ്റെ ആൾക്കാരെ പോലെ അവൾക്ക് അങ്ങനെ കളിക്കണം എന്നുണ്ട്, പക്ഷെ എന്നാൽ അനിയനെ നോക്കണം എന്നും ഭയങ്കര ചിന്തയുള്ള കുട്ടിയാണ്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇവന് ഒരുപാട് വലുതായിപ്പോയി. എത്ര ഈസി ആയിട്ടാണെന്നറിയാം ഇതൊക്കെ കയറുന്നത്. ആദ്യം എനിക്കൊരു ടെൻഷനായിരുന്നു, പക്ഷെ ഇവൻ ഭയങ്കര കൂളായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ സേറ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ആ ടെൻഷൻ, അവനൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതിൽ കൂടെയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു വട്ടം വീഴാനും പോയി. ഇതൊക്കെയോ കടന്ന് കാണിക്കുമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സേറയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ ഗെയിംസിലൊക്കെ കയറി. ഇനിയിപ്പോൾ ഓരോ കുരുത്തക്കേട് കാണിക്കും. ഇനി അതിലേക്കൂടെ മേലോട്ട് കയറണം. പിന്നെ വീണ്ടും ഇതിനകത്തോട്ടൊന്ന് കയറിയത് ശരിക്കും ഞാൻ വിചാരിച്ചു തലയും കുത്തി താഴെ പോയിന്ന്. അവളെയും പിടിക്കാൻ വിടത്തില്ലെന്ന്. ഇവൻ ഇങ്ങനെ സ്വന്തമായിട്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഈ ഏജിലുള്ള. ഇവൻ ഇനി മെയിൽ 2 വയസ്സാവത്തേ ഉള്ളൂ. അപ്പം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. വലിയ ചേട്ടനായി എന്നുള്ളൊരു ഭാവമാണ്. നമ്മൾ വലിയ പിടിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. ഇപ്പം അവളുടെ കൈ പിടിച്ച് കളിച്ചിട്ട് ഉരുണ്ടിട്ട് വീഴുണ്ട് ദൈവമേ. പിന്നെ ഞാൻ വേഗം ഇതുണ്ടോ വരുന്ന വരവുണ്ടോ അവന്, പക്ഷെ അതെവിടെ ഏറ്റിട്ടില്ല. പിന്നെ ഇങ്ങനെ റോപ്പിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. സേർ അതൊക്കെ ചെയ്യുമായിരുന്നു. അവൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഇല്ല താഴെ. അവൻ പിന്നെ അതിലേക്കൂടെയൊക്കെ നടന്ന്. പിന്നെ ഇങ്ങനെ ഒരു ഡക്കിൻ്റെ ഗെയിം ഉണ്ടായിരുന്നു. അവൻ പിന്നെ വലിയ ചേട്ടനെ പോലെ അവൻ ചേച്ചീനെ കയറ്റിയിരുത്തി അവനാണ് തള്ളി കൊടുക്കുന്നത്. ചേച്ചിയാണല്ലോ കുഞ്ഞുവാവ. അപ്പം അവൻ അവൻ്റെ സകല ശക്തി എടുത്ത് തള്ളുന്ന തള്ളലിൽ തന്നെ അങ്ങ് ഇരുന്ന് പോവും. പിന്നെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് സാധനം പുല്ലും മണ്ണും. അത്രയും നേരം അത് കണ്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇരിക്കുന്ന ഡക്കിന് മൊത്തം പുല്ല് പറിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ എയർ അവർ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇതൊന്നും അവൻ കയറുന്ന പ്രതീക്ഷിച്ച സാധനമല്ല. പക്ഷെ എൻ്റെ വലിയ സേവിയായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. ചേച്ചിയും പരമാവധി അനിയനെ കയറ്റാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ ചേച്ചി കയറുന്നുണ്ടത് അനിയനെ പിടിച്ചില്ല, പാലിച്ച് താഴോട്ടിട്ട്. എന്നിട്ട് അവൻ കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പാവം കുഞ്ചു കേട്ടോ, കാലിലൊക്കെ സപ്പോർട്ട് കൊടുത്ത് ഒത്തിരി അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. രണ്ടും കൂടി താഴെ പോകുന്നു. ഇത് നടക്കുന്നില്ല. രണ്ടും കൂടി കുറേ നോക്കി ടയർഡായി. ലാസ്റ്റ് കുഞ്ചു കയറി കളിക്കാൻ തുടങ്ങി. സേവി വീണ്ടും വീണിട്ട് പിന്നെ സേവി കയറി പോകുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതുപോലെ സേറേൻ്റെ ഒരു കുഞ്ഞിലത്തെ വീഡിയോ ഉണ്ട്, ഇങ്ങനെ വീണ് പിന്നെ കയറുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അവനത് വിട്ട് കളഞ്ഞില്ല, അവനത് കയറി. പിന്നെ കുറേ നേരം ഭയങ്കര കളിയായിരുന്നു. പിന്നെ മേലെ നിന്ന് ഇരിക്കുന്ന കാണും, പിന്നെ തെറിച്ച് താഴെ എത്തുന്നല്ലോ. പിന്നെ എനിക്കും മതിയായി, അവനും ക്ഷീണിച്ചു, അതിനും അടുത്ത്. അമ്മേ പോവാന്നുള്ള അവസ്ഥയായപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി. പിന്നെ സൈക്ലിങ്, അതിൻ്റെ പുറത്തു കൂടെ സൈക്കിൾ ചെയ്യാം. അവിടെ കുറേ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ചു ഇതുവരെ സൈക്ലിങ് അത്ര അങ്ങ് സ്റ്റഡി ആയിട്ടില്ല. ഈ വെക്കേഷൻ എന്തായാലും പഠിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. അവൾക്ക് ഇച്ചിരി മടിയാണ്, സൈക്ലിങ്ങിനോട് എന്തോ വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ സൈഡ് ടയർ ഉള്ളതുകൊണ്ട് അതിലങ്ങനെ സൈക്കിൾ ചെയ്യാം. അപ്പം സേവിൻ്റെ വിചാരം സേവി തള്ളുന്നത് കൊണ്ടാണ് ഈ സൈക്കിൾ പോകുന്നത്. അവൻ അതിൻ്റെ പുറകെ പോകുന്നു. സേറ ഇടയ്ക്കൊന്ന് നിർത്തും. അപ്പോൾ അവൻ്റെ പരമാവധി ശക്തി എടുത്ത് അവനിപ്പോൾ തള്ളി ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ വീണത് കാണിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വീടാണ് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാനുള്ളൊരു ഭാവമാണ്. പിന്നെ അവൻ തള്ളുന്ന അവൻ വിചാരം അവൻ്റെ തള്ളലിലാണ് ആ വണ്ടി പോകുന്നതെന്നാണ്. അങ്ങനെ അവനിങ്ങനെ
നടന്നാണ് സത്യം പറഞ്ഞ ചെറുക്കൻ മടുത്ത് കേട്ടോ. എത്ര റൗണ്ട് അതിൽ നടന്നെന്ന് എനിക്കല്ല. പുറകെ പോയി ഞാനും കണ്ട അവൻ മടുത്തു. അവൻ്റെ ഈ അവസ്ഥയും കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മതിയാക്കാം. രണ്ടും ക്ഷീണിച്ചു. പിന്നെ ഞാൻ 1-2 ഫോട്ടോസൊക്കെ അവരുടെ എടുത്തു. അവരുടെ തന്നെ ഒരു കഫറ്റേരിയ ഉണ്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ അവർക്ക് നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞ് ഓട്ടോ ചേട്ടനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയതേ ഓർമ്മയുള്ളൂ. കുളിപ്പിച്ച് പാല് കൊടുത്തതും ചെറുക്കൻ ഫ്ലാറ്റ്. അപ്പം പിന്നെ അടുത്ത